ഇന്ന് നമുക്കൊരു വെറൈറ്റി ഫ്ലവർ പെയിന്റിംഗ് ചെയ്താലോ? അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഗോൾഡൻ കളർ പേൾ കളേഴ്സ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പിങ്കും ഗ്രീൻ കളറും എടുത്തിട്ടുണ്ട്. ഈ പേൾ കളേഴ്സ് ഞാൻ കുറേ നാളായിട്ട് വാങ്ങി വെച്ചിട്ട്, പക്ഷേ അത് വെച്ചിട്ട് എന്ത് ടൈപ്പ് പെയിന്റിംഗ് ആണ് ചെയ്യാൻ അറിയാത്തത് കാരണം അങ്ങനെ മാറ്റി വെച്ചേക്കായിരുന്നു. പിന്നെ കറക്റ്റ് സമയത്താണ് പിൻട്രസ്റ്റിൽ ഈ ഒരു ഫ്ലവർ പെയിന്റിംഗ് കണ്ടത്. എനിക്കാണെങ്കിൽ ഈ പിൻട്രസ്റ്റിലും യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ ബ്രഷ് ഇങ്ങനെ കുത്തി വലിക്കുമ്പോൾ നല്ല അടിപൊളി ഫ്ലവർ കിട്ടുന്ന പോലെ ചെയ്യാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാനൊരു ഫ്ലവർ വരച്ച് ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, നമ്മളുടെ ചാനൽ ഇപ്പോൾ 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗിവ് അവേയുടെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യണ്ടേ? അത് നമുക്കൊരു ഒക്ടോബർ 10 ആകുമ്പോൾ സെലക്ട് ചെയ്യാം കേട്ടോ. കാരണം കുറേ പേരൊക്കെ ഗിവ് അവേനെ പറ്റി അറിയാത്തവരുണ്ടാവും. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നമുക്ക് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഗിവ് അവേയുടെ വിന്നർ ആവാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പ്രത്യേകം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ ഷോർട്സിലും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്യുന്ന നമ്മുടെ ടോപ്പ് കമന്റർ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെയാണ് കേട്ടോ വിന്നേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇനിയപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്ത സമയം കളയണ്ട, എല്ലാവരും ഓടിപ്പോയിട്ട് നമ്മളുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. മൊത്തത്തിൽ 10 പേരെയാണ് കേട്ടോ നമ്മൾ വിന്നേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ ഫ്ലവർ പെയിന്റിംഗോടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പെയിന്റിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കാനും ആരും മറക്കില്ലല്ലോ അല്ലേ?